എവിടെ അയ്യൻ്റെ സ്വർണം? അത് കട്ടവർ ഉരുക്കിയോ? കട്ടവർ ആരൊക്കെ? ഈ സ്വർണം കടൽ കടത്തിയോ? മറ്റു മൂല്യമുള്ള വസ്തുക്കൾ എവിടെ? ഈ ചോദ്യത്തിന് ഉത്തരം ഇതുവരെ കൃത്യമായി ലഭിച്ചിട്ടില്ല. അങ്ങുമിങ്ങുമൊക്കെ ചിലരെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്, ചിലതൊക്കെ നടക്കുന്നുണ്ട്. അതും കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൻ്റെ നേരിട്ടുള്ള നിരീക്ഷണം ഉള്ളതുകൊണ്ട് മാത്രം. അതിനപ്പുറത്തേക്ക് ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. ഇതാ രംഗത്തിറങ്ങിയിരിക്കുന്നു. ഈ കേസിൽ തുമ്പുണ്ടാകണം. യഥാർത്ഥ കുറ്റവാളികൾ പിടിക്കപ്പെടണം. അവരെ നിയമത്തിൻ്റെ മുന്നിൽ എത്തിക്കണം. അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കണം. അയ്യൻ്റെ വസ്തുക്കൾ കടൽ കടന്നെങ്കിൽ അത് അവിടെ ചെന്ന് തിരികെ എത്തിക്കണം. അതിന് സർക്കാർ തയ്യാറാകണം, മുൻകൈയെടുക്കണം. ആവശ്യപ്പെടുന്നത് മറ്റാരുമല്ല, വിശ്വ ഹിന്ദു പരിഷത്താണ്. ശബരിമല കർമ്മസമിതിയും ഹിന്ദു ഐക്യവേദിയും തുടങ്ങിയ ഹിന്ദു സംഘടനകൾ വിശ്വ ഹിന്ദു പരിഷത്തിനൊപ്പമുണ്ട്. വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ അന്താരാഷ്ട്ര പ്രസിഡന്റ് ശ്രീ അലോക് കുമാർ ഇന്നിതാ ശ്രീപത്മനാഭൻ്റെ മണ്ണിലെത്തിയിരിക്കുന്നു. അദ്ദേഹം നേരിട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൻ്റെ അന്വേഷണം CBIക്ക് കൈമാറണം എന്ന്. SITയിൽ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, കേരള ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിൻ്റെ നിരീക്ഷണത്തിൽ നടക്കുന്ന അന്വേഷണത്തിന് പരിമിതികളുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൻ്റെ നിരീക്ഷണത്തിൽ തന്നെ ഒരു CBI അന്വേഷണം വേണം എന്നാണ് ഹിന്ദു സംഘടനകൾ ആവശ്യപ്പെടുന്നത്. കാരണം കടൽ കടന്നോ എന്ന് സംശയിക്കുന്ന ആ വസ്തുക്കൾ, അമൂല്യ വസ്തുക്കൾ, അയ്യപ്പ ചൈതന്യം തുളുമ്പി നിൽക്കുന്ന വസ്തുക്കൾ, അത് തിരിച്ചെത്തിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു രാജ്യാന്തര തലത്തിൽ ഇടപെടാൻ കഴിയുന്ന ഒരു ഏജൻസി തന്നെ അത് അന്വേഷിക്കണം. അതുകൊണ്ടാണ് അവർ CBI അന്വേഷണം ആവശ്യപ്പെടുന്നത്. നമുക്ക് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലേക്ക് എത്താം. അവിടെ സെക്രട്ടേറിയറ്റിന് തന്നെ, മുഖ്യമന്ത്രിയുടെ കസേരയ്ക്ക് തന്നെ തീ പിടിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു വലിയ പ്രക്ഷോഭമാണ് ഇന്നവിടെ കണ്ടത്. ഇനി വരും നാളുകളിൽ ആ പ്രക്ഷോഭത്തിൻ്റെ ശക്തി വ്യാപിക്കും. അത് കേരളം മുഴുവനും അലയടിക്കും. പറയുന്നത് സംഘപരിവാറിൽപ്പെട്ട ഒരു സംഘടനയാണ്, ഒരു ഹിന്ദു സംഘടനയാണ്. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ എണ്ണയിട്ട യന്ത്രം പോലെ ചലിപ്പിക്കാൻ കഴിയുന്ന അത്രയും അണികളുള്ള സംഘടന. നമുക്ക് ശ്രീരാമജന്മഭൂമി പോരാട്ടം മറക്കാതിരിക്കാം. ഇപ്പോൾ മധുരയിലും മറ്റും നടക്കുന്ന, കാശിയിലും മറ്റും നടക്കുന്ന ആ പോരാട്ടങ്ങൾ നമുക്ക് ഓർക്കാം. ഇവിടെ വിശ്വ ഹിന്ദു പരിഷത്താണ് അതൊക്കെ നയിക്കുന്നത്. ഇതാ അയ്യൻ്റെ സ്വർണം കൊള്ള ചെയ്തവരെ കണ്ടെത്താനും അതേ വിശ്വ ഹിന്ദു പരിഷത്ത് ഇന്നിതാ കേരളത്തിൽ തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭൻ്റെ മണ്ണിൽ ഒരു പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. വരൂ, നമുക്ക് സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിലേക്ക് പോകാം. വാസനേ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ സ്വാമി ശരണം സ്വാമി ശരണം അയ്യപ്പ ശരണം സ്വാമിയേ അയ്യപ്പോ സ്വാമി ശരണം അയ്യപ്പ ശരണം ദേവൻ ശരണം ദേവൻ ശരണം ദേവീ ശരണം സ്വാമി പമ്പയിൽ വാസ എന്തിവിടയ്യ ഭൂലോകനാഥനെ അയ്യപ്പോ സ്വാമി തിന്തക അയ്യപ്പ തിന്തക തോം തോം
കാലമായി കേരളത്തിലെ സനാതനധർമ്മ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ വിഷമവും വെല്ലുവിളിയും നേരിടുന്ന ഒരു കാലഘട്ടമാണ്. ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണം മാത്രമാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയമെങ്കിലും കഴിഞ്ഞ 6-7 മാസക്കാലം അല്ലെങ്കിൽ കഴിഞ്ഞ 1 വർഷക്കാലമായി കേരളവുമായി ബന്ധപ്പെട്ട എല്ലാ ചർച്ചകളും ഹൈന്ദവ കേന്ദ്രീകൃതമായി മാറുന്നു എന്ന സവിശേഷത നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പാദപൂജയുടെ വിവാദം, ഭാരതാംബയുടെ വിവാദം, ലോട്ടറി ടിക്കറ്റിൻ്റെ വിവാദം, ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയം തുടങ്ങിയെല്ലാം തന്നെ കേരളത്തിൻ്റെ വികസനമോ കേരളത്തിൻ്റെ തൊഴിലില്ലായ്മയോ കേരളത്തിൻ്റെ യുവത്വമോ ചർച്ച ചെയ്യപ്പെടാതെ എല്ലാം തന്നെ ഹൈന്ദവ കേന്ദ്രീകൃത വിഷയങ്ങളിലേക്ക് പോകുന്ന ഒരു ഹിന്ദു ഐക്യവേദിയുടെ രക്ഷാധികാരിയും ശബരിമല കർമ്മസമിതിയുടെ വൈസ് ചെയർപേഴ്സണുമായിട്ടുള്ള ശ്രീമതി ശശികല ടീച്ചർ, വിശ്വഹിന്ദു പരിഷത്തിനുള്ള അന്തർദേശീയ പ്രസ്ഥാനത്തെ അതിശക്തമായ രീതിയിൽ വർഷങ്ങളായി നയിച്ചുകൊണ്ടിരിക്കുന്ന അഡ്വക്കേറ്റ് അലോക് കുമാർജി, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന പ്രമുഖന്മാരായിട്ടുള്ള വ്യക്തിത്വങ്ങളെ, വിവിധ സാമുദായിക സംഘടനാ നേതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, അയ്യപ്പ ഭക്തന്മാരെ, ഇന്ന് നമ്മുടെ ഈ പരിപാടി കവർ ചെയ്യാനായിട്ട് വന്നിരിക്കുന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കളെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ശബരിമലയെക്കുറിച്ച് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടില്ല, കാരണം നമുക്കൊക്കെ അറിയാം. പക്ഷേ ചില പ്രധാന കാര്യങ്ങൾ, പൊതുശ്രദ്ധയിൽ വരാത്ത ചില കാര്യങ്ങൾ, പക്ഷേ എന്നാൽ അവിടെ ചില പരിമിതികളുണ്ട് എന്ന് തുടക്കത്തിൽ ഞാൻ പറയുകയാണ്. കാരണം ഈ വിഷയം ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൻ്റെ പരിഗണനയിൽ SIT അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു ഒരു വശത്ത്, ED അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു മറ്റൊരു വശത്ത്. പക്ഷേ പരമപ്രധാനമായ കാര്യം, കേസിൽ ഇരിക്കുന്ന ഒരു വസ്തുവിൽ അതിൻ്റെ തെളിവുകളും മറ്റ് പല കാര്യങ്ങളും ഉള്ളത് കൊണ്ട് നമുക്കൊക്കെ, ഞാൻ ഉൾപ്പെടെ ഇവിടെ ഇന്ന് പ്രസംഗിക്കുന്നവർക്കെല്ലാം ആ വിഷയത്തിൽ ആ ഒരു പരിമിതി വെച്ചുകൊണ്ട് മാത്രം നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ദയവായി ശ്രമിക്കണം. കാരണം നമ്മൾ 1 to 1 പറയുന്ന പോലെ ഒരു പ്രഭാഷണത്തിൽ പറയാൻ പറ്റില്ല, ആ കോടതി അലക്ഷ്യമാകും. മാത്രമല്ല, പരമപ്രധാനമായ കാര്യം, ഈ കേസ് കൃത്യമായിട്ടും അതിൻ്റെ ആരാണോ യഥാർത്ഥ പ്രതികൾ, അത് ഡയറക്റ്റായിട്ട് കുറ്റവാളികൾ മാത്രമല്ല ഗൂഢാലോചനയിൽ പങ്കെടുത്തവരുൾപ്പെടെ പുറത്തു കൊണ്ടുവരാമെന്നുള്ളത് നമ്മുടെ എല്ലാം ആവശ്യമാണ്. അതിന് തടസ്സം നിൽക്കുന്ന ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ടും കൂടിയാണ് നമ്മൾ അത്തരത്തിലൊരു സംയമനം പാലിച്ചുകൊണ്ടായിരിക്കും നമ്മുടെ ഇന്നത്തെ യോഗം. പക്ഷേ കൃത്യമായിട്ടും ചില കാര്യങ്ങൾ നമ്മളിവിടെ അവതരിപ്പിക്കുന്നുണ്ടാവും. നന്ദി SR കുമാർജി. അടുത്തതായി നമ്മുടെ അധ്യക്ഷ ഭാഷണമാണ്. നേരത്തെ കുമാർജി സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ പ്രത്യേകമായൊരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്ത ശ്രീമതി KP ശശികല ടീച്ചർ, ശബരിമല കർമ്മസമിതിയുടെ ആരാധ്യയായിട്ടുള്ള ചെയർപേഴ്സൺ, ഹിന്ദു ഐക്യവേദിയുടെ ആരാധ്യയായിട്ടുള്ള മുഖ്യ രക്ഷാധികാരി പദവി അലങ്കരിക്കുന്ന ശശികല ടീച്ചർ നമ്മളോട് സംസാരിക്കും. സ്വാമിയെ ശരണമയ്യപ്പ, വേദിയിലെ മാനനീയ പ്രമുഖരെ, സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, പ്രിയ ഭക്തജനങ്ങളെ, ആരാധ്യരായ നാട്ടിലെ, കേരളത്തിൻ്റെ ഭരണസിരാകേന്ദ്രത്തിന് മുന്നിൽ ഇവിടുത്തെ ഹൈന്ദവ സംഘടനകൾ അതിശക്തമായ ചില തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് വിശ്വഹിന്ദു പരിഷത്തിൻ്റെ അന്താരാഷ്ട്ര പ്രസിഡന്റായ ശ്രീ അലോക് കുമാർജിയാണ്. അദ്ദേഹത്തിനെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. 1973 ഡൽഹി സർവകലാശാലയിൽ ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷ പദവി, ചെയർമാൻ പദവി വഹിച്ച വ്യക്തി. 1974 മുതൽ 1980 വരെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രചാരകർ. ആ കാലഘട്ടത്തിലെ അടിയന്തരാവസ്ഥ സമയത്ത് അമൃതസർ ജയിൽവാസം. 1993 മുതൽ 95 വരെ ഡൽഹി നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കർ, ചീഫ് വിപ്പ് തുടങ്ങിയ ചുമതലകൾ നിർവഹിച്ച വ്യക്തിത്വമാണ് ശ്രീ അലോക് കുമാർജി. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിനെ നിരോധിച്ച കാലഘട്ടത്തിലൊക്കെ തന്നെ 1992 തന്നെ ഈ നിരോധിച്ച കമ്മീഷന്റെ മുമ്പാകെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന് വേണ്ടിയും വിശ്വഹിന്ദു പരിഷത്തിന് വേണ്ടിയും ബജറംഗ് ദളിന് വേണ്ടിയും വാദമുഖങ്ങൾ നടത്തുകയും ആ വാദമുഖങ്ങളുടെ അടിസ്ഥാനത്തിൽ നിരോധനം നീക്കാനും ഏറ്റവും കൂടുതൽ കഴിവ് തെളിയിച്ച ഒരു നിയമ പണ്ഡിതൻ കൂടിയാണ് ശ്രീ അലോക് കുമാർജി. ഇന്ന് വിശ്വഹിന്ദു പരിഷത്ത് എന്ന അന്താരാഷ്ട്ര സംഘടനയുടെ അന്താരാഷ്ട്ര പ്രസിഡന്റ് എന്ന ചുമതല വഹിച്ചുകൊണ്ട് ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും എപ്പോഴും കർമ്മനിരതനായിരിക്കുന്ന വ്യക്തിത്വമാണ് അദ്ദേഹം.
ഈ യോഗത്തിൽ അദ്ദേഹത്തിനെ കൊണ്ടെത്തിച്ചിരിക്കുന്നതിന്റെ കാരണം ഇത് കേരളത്തിൽ മാത്രമായി ഒതുങ്ങി നിൽക്കേണ്ട ഒരു വിഷയമല്ല. അയോധ്യ പ്രക്ഷോഭം പോലെ തന്നെ ഒരു അന്തർദേശീയ തലത്തിലേക്ക് ഈ പ്രക്ഷോഭ പരിപാടി കൊണ്ടുപോകണമെന്നുള്ള ആത്മാർത്ഥമായ സമീപനത്തിന്റെ ഭാഗമായിട്ടാണ് ശ്രീ അലോക് കുമാർജിയുടെ സാന്നിധ്യം ഇവിടെ ഉറപ്പുവരുത്തിയത്. വിളിച്ചപ്പോൾ തന്നെ അദ്ദേഹം യാതൊരു മടിയും കൂടാതെ എത്തിച്ചേർന്നു. ഇന്നലെ പാതിരാത്രി ഏകദേശം 12:30 മണിക്കാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നത്. അദ്ദേഹത്തിനെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഐ കോഡ്ലി ഇൻവൈറ്റ് ശ്രീ അലോക് കുമാർജി ടു ഇനോഗ്രേറ്റ് ദിസ് ധർണ in front of Kerala Assembly, Legislative Assembly. मैं श्री भगवान के चरणों में प्रार्थना करता हूँ कि आज मैं जो बोलूँ वो सब सत्य हो और धर्म के अनुकूल. Before I begin, I pray in the lotus feet of the Lord that whatever I speak today should be the truth and in accordance with Dharma. I am very happy to see the United Hindu Society of Kerala assembled and on the road. We have here Shri S.J.R. Kumar, we have here Sasikala ji, Shri R.B. Babu ji, Shri Vijay Thampi ji, Mullapalli Shri Krishna ji, representing various Hindu organizations, assembled here with humility and determination to save the Hindu values, to save the estate of the Hindu gods, and to ensure that the Hindu Maryada in the temples will not be disturbed. Sabrimala has been in the news for all the wrong reasons. And this time, a very sordid tale. In 2018 or 19, one Unni Krishnan Potti offers to the board that he will change and renew the gold plating of the dwarams of the Shri Kovind, of the dwarpals on both sides, Peetham and other places. His capacity, his antecedents, and his devotion to the God is not evaluated. He is highly connected. I have seen his photographs with Mrs. Sonia Gandhi. And he has money. The money and the position make a very intoxicating mix. So, the usual tests, the usual verification of facts is all ignored. The rules and the dharmic maryada is ignored. The judicial orders are ignored. And the board passes a resolution accepting his proposal. Something is strange, something that usually does not happen or should not happen. He is given permission. Later, the special commissioner appointed by the High Court submits a report that not only his consent was not taken for it, he was not even informed, which is the violation of the court order because that special commissioner was appointed by the court. Then there is a dharmic maryada. Before you take out anything from the Shri Kovind, you have to take certain permissions, including the permission of the god. According to the astrological shastras, Deshik shastras, which are about the place from which it has to be taken out,
and the Shastra Maryada. All three is not done. There is a rule that whatever is to be done to any artifacts or any important things of the mandir shall be done within the precincts of the mandir. That also is not done. They allow the doors, the dwarpals, the pidams and other material to be taken out of the temple and transported to a firm in Tamil Nadu. The capacity and expertise of that firm is also not checked up, not verified. This wholesale ignorance of the procedures, the rules and the Shastric Maryada should have alerted everybody there that whatever is being done is being improperly done. Then the firm says that we shall not do the electroplating by the basic Shastric method. We will do it with some other method. Whether that is in accordance with Shastras. When the special commissioner comes to know of it, submits a report to the court reads that report and finds out that the commissioner was not even informed of it. The court directs an investigation. The court directs that records be produced before it. And the court is told on the next date of hearing that the records are not available. Whatever is received in the temple has to be included in a register. Whatever is taken out of that is to be recorded in a register. All those registers are missing. The court then says, on its own motion, to make it a writ. To make it a writ petition, suo motu. Nobody has complained. The court suo motu takes that action. And then the Supreme Court finds that it is not appropriate and enough for the Special Commissioner to inquire, for the local police to inquire. It forms an SIT. The SIT investigates, finds out that the two former presidents of the Devaswam board are involved in it. They are arrested. But then nobody easily becomes the president of the board. Somebody becomes the president of the board only when he is well connected. And it is widely known and said that those two persons, the former presidents, they are well connected with the government of the day, with the party of the day. And therefore the Chief Minister makes a comment that this is a minor incident. Is it a minor incident? I asked the Chief Minister, 4.5 kilogram of the gold of the Bhagwan, of the Lord has been stolen away.
ignoring all procedures, is it a minor thing? By saying this, you are affecting the investigations. You are conveying to the SIT and the police which is under you that they need not do their job seriously. And whatever they do, they should try to protect. Unni Krishnan at that time lived in Bangalore. The firm to which this job was entrusted is in Tamil Nadu. The ramifications of this incident are not limited to Kerala. The conspiracy, the breach of trust, the theft and the loot, it has an interstate ramifications. So when the government officers are in the dock, when the chief minister and his party, we have suspicions against them, when there is evidence of the highest Congress leadership being involved into it, then definitely it is not a matter to be investigated by the local police or the SIT. To get at the truth, the real truth, to catch the culprits, it has become necessary that the government refers this matter to the CBI. It would be good for their own credibility also. And if it is not done, then we would believe that they are anti-Hindus and the winds of changes that have overturned their power in Trivandrum, Thiruvananthapuram would then spread to the whole of Kerala. Friends, in 1811 our temples were taken over by the government. What for? So at that time it was said that we are taking over the temples for better administration. Is this the better administration that they told us? When the king of Travancore made the first law for running the temple by the states, he stated that the temples are the public responsibility. The state is taking over the administration of the temples and the state would pay for it. But subsequently this was changed. The state would not spend money but would run the temples. The state does not run or administer mosques. The state and the government does not run the temples. Not the Jain Mandirs, not the Bauddha Mandirs. If you do not run temples, if you do not run the religious places of other religions, why have you selected only the Hindus for such kind behavior? Do you think that the Hindus cannot manage their temples? I have seen the studies published by Shri Dharampal ji of the surveys made by the British officers in Tamil Nadu and Bengal before the temples were taken over. And the British officers had reported that all the temples that they surveyed had a Gaushala. All the temples had a Gurukul. Our all dance forms are dedicated to the gods. Our all music is dedicated to the gods. So all cultural functions were held in the temples.
all the moments of joy and sorrow, the marriage and the obituaries, they were held in the temples. The dispute resolution was done in the temples. The temples were not only a place for worship, but they were the nerve center of all the Hindu life of that time. And therefore the East India Company in the beginning and the British government later, they decided to take over the temples to ensure that the temples lose their social purpose. They took over the temples, and this continued in the independent India also. The temples are run by the government with Hindu society not having any stake into it. We can go and pray and come back. All the other activities that glued our society together taking place in the temples has gone away. There are many temples in the villages and other places where the deep and prasad, even that is not offered. So therefore, this awakening for a CBI inquiry into the whole affair will not stop here. From this place we make a call upon the Kerala government with determination. Give us back our temples. You shall not run our temples. The temples would be run by the Hindu society, and they would become the center of rejuvenating the Hindu cause. The Hindu society will not allow the temple lands to be or misused or lost.